കേരളത്തിലെ ട്രെയിൻ യാത്രകൾ ഒരു ദുരന്തമായി മാറിയിട്ട് കാലം കുറച്ചായി. തിക്കിത്തിരക്കി കുത്തിനിറച്ചു പോകുന്ന ട്രെയിനുകളിൽ യാത്രക്കാർ തലകറങ്ങി വീഴുന്നത് നിത്യസംഭവങ്ങളെന്നോണം വന്നിട്ടുണ്ട്. ഈ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമായി വന്ദേ മെട്രോ കേരളത്തിൽ തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ സർവീസ് ഉടൻ ആരംഭിക്കും. റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേ മെട്രോ കേരളത്തിൽ ലഭിച്ചാൽ ഏറ്റവും തിരക്കും ബുദ്ധിമുട്ടും നേരിടുന്ന റൂട്ട് വഴിയാകും ഓടുക. അങ്ങനെ സാധിച്ചാൽ കൽപ്പിക്കുന്ന റൂട്ടുകളിലൊന്ന് തിരുവനന്തപുരം എറണാകുളമാണ്. പ്രതിദിനം ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റൂട്ടിൽ വന്ദേ മെട്രോ വന്നാൽ അത് തിരക്ക് കുറയ്ക്കുന്നതിനും സൗകര്യപ്രദമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും സഹായമാകും. വന്ദേ ഭാരത് മെട്രോ സർവീസിന് എന്തുകൊണ്ട് തിരുവനന്തപുരം എറണാകുളം റൂട്ട് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് യാത്രക്കാരുടെ എണ്ണവും തിരക്കും തന്നെയാണ്. നിലവിൽ സ്ഥിരമായി തിരക്ക് അനുഭവപ്പെടുന്ന റൂട്ടിൽ വന്ദേ ഭാരത് മെട്രോ വന്നാൽ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി റേറ്റ് ഉള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ കേരളത്തിലേക്കാണെന്നത് ഓർക്കാം. കേരളത്തിലെ മറ്റേത് റൂട്ടിനേക്കാളും യാത്രക്കാരെ കിട്ടാനുള്ള സാധ്യത തിരുവനന്തപുരം എറണാകുളം റൂട്ടിനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവും. കേരളത്തിന്റെ തലസ്ഥാനവും ഭരണസിരാ കേന്ദ്രവുമായ തിരുവനന്തപുരത്തെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്നത് പലതരത്തിലുള്ള വളർച്ചകൾക്ക് കാരണമാകും. ഹൈക്കോടതി, ഇൻഫോ പാർക്ക് തുടങ്ങിയ പല പ്രധാന ഇടങ്ങളും കൊച്ചിയിലുണ്ട്. പല കാര്യങ്ങൾക്കായി ഇരു റൂട്ടിലും യാത്ര ചെയ്യേണ്ടി വരുന്ന എണ്ണവും വലുതാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെയും മെട്രോ നഗരത്തെയും വന്ദേ മെട്രോ വഴി ബന്ധിപ്പിക്കുക എന്നത് ന്യായമായ ആവശ്യം കൂടിയാണ്. നേരത്തെ വന്ദേ മെട്രോ പദ്ധതിയുടെ തുടക്കകാലത്ത് ഇതിനു പറ്റിയ സർവീസുകളെക്കുറിച്ച് വിവിധ പഠനങ്ങൾ നടത്തിയിരുന്നു. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് 5 റൂട്ടുകൾ വീതമാണ് റെയിൽവേ പരിശോധിച്ചത്. ഇതിൽ തിരുവനന്തപുരം എറണാകുളം റൂട്ട് ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ എറണാകുളം കോഴിക്കോട്, കോഴിക്കോട് പാലക്കാട്, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, മധുര ഗുരുവായൂർ, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശൂർ, മംഗലാപുരം കോഴിക്കോട്, നിലമ്പൂർ മേട്ടുപ്പാളയം എന്നിവയും പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ റൂട്ടുകളായിരുന്നു. 2 പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള യാത്രയ്ക്കാണ് വന്ദേ മെട്രോ ഉപയോഗിക്കുന്നത്. നഗരയാത്രക്കാരെ ലക്ഷ്യം വെച്ചുള്ള സർവീസ് ഇനിയും വരുന്ന കാലത്തിന്റെ യാത്രാമാർഗമായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പകൽ യാത്രകൾക്കുള്ള മെട്രോ ജോലിക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് അനുയോജ്യമായ സർവീസ് ആയിരിക്കും. പൂർണ്ണമായും AC ആയ ട്രെയിനുകൾ 1150 പേർക്ക് ഇരിക്കാവുന്ന 3x3 ബെഞ്ച് ശൈലിയിലുള്ള ഇരിപ്പിടങ്ങളും 2058 സ്റ്റാൻഡിംഗ് യാത്രക്കാർക്കുള്ള സ്ഥലവും ഉണ്ടായിരിക്കും. തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള കവച് സംവിധാനവും വന്ദേ മെട്രോകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ മിനി രൂപമാണ് വന്ദേ മെട്രോ. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ ഇതിലൊരുക്കിയിട്ടുള്ളത്. ആദ്യ വന്ദേ മെട്രോ സർവീസ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് പാതയിലാണ്. എറണാകുളം തിരുവനന്തപുരം പാതയിലെ വന്ദേ മെട്രോ എത്തുകയാണെങ്കിൽ അത് നൽകുന്ന ആശ്വാസവും ചെറുതായിരിക്കില്ല.